പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച തുടരുകയാണ്. വ്യാപാര കരാറും പ്രതിരോധ രംഗത്തെ ഉൾപ്പെടെ സഹകരണവും ചർച്ചയാകുന്നുണ്ട്. വിനീത VG വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ JD വാൻസിനും ഒപ്പം കുടുംബത്തിനും പ്രത്യേകം വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ആ വിരുന്നിലും US വൈസ് പ്രസിഡന്റ് ആ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച എന്ന് കൂടി നമുക്കതിനെ പറയേണ്ടി വരും. കാരണം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന പകരച്ചുങ്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ പ്രതിരോധ മേഖലയിലടക്കം കൂടുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നിർണായക തീരുമാനങ്ങളടക്കം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് JD വാൻസ് കുടുംബവും ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യ JD വാൻസിനും കുടുംബത്തിനും നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അക്ഷർധാം അവർ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയ്പൂരിലേക്കായിരിക്കും അദ്ദേഹം തിരിക്കുക. നാളെ അദ്ദേഹം ആഗ്രയിലെ താജ്മഹൽ സന്ദർശനവുമുണ്ട്. 24-ാം തീയതി ആയിരിക്കും തിരികെ US-ലേക്ക് മടങ്ങിപ്പോവുക. US വൈസ് പ്രസിഡന്റ് ആദ്യ ഇന്ത്യ സന്ദർശനം കൂടിയാണിത്. ഉഷ വാൻസ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ വംശജയ കൂടിയാണ്. ഒപ്പം മക്കൾക്കുമൊപ്പമാണ് ഇന്ത്യ സന്ദർശനത്തിനായി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു ഡൽഹിയിലടക്കം വിവിധ മേഖലകളിൽ US വൈസ് പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് വൈകിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രത്യേകമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇനി പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ആ അത്താഴ വിരുന്നിലും അദ്ദേഹവും കുടുംബവും പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും തിരികെ ജയ്പൂരിലേക്ക് മടങ്ങുന്നത്. ഉന്മേഷ്.